യേശുവിൽ സഹോദരങ്ങളെ, ഇന്നത്തെ ഉപാസനയിൽ വല്ലഭന് പുല്ലും ആയുധം എന്നൊരു ചിന്തയെക്കുറിച്ച് ധ്യാനിക്കാം. പുതിയ നിയമത്തിൽ പൗലോസ്ലീഹയെ കൂട്ടിച്ചേർക്കാതെ ചിന്തിക്കുക പോലും എളുപ്പമല്ല. യേശുവിനെ നേരിട്ട് പൗലോസ് അപ്പോസ്തലൻ കണ്ടിട്ടില്ല എങ്കിൽ കൂടിയും സ്വർഗത്തിൻ്റെ ഉന്നതമായ തലത്തെ ധ്യാനിച്ച ആളാണ് പൗലോസ്. ഉന്നതമായ യഹൂദ പാരമ്പര്യമുള്ള ആൾ. 30 പ്രധാനപ്പെട്ട നഗരങ്ങളിലും 35 ദ്വീപുകളിലും സുവിശേഷം പ്രസംഗിച്ച ആളാണ് പൗലോസ് അപ്പോസ്തലൻ. ഇത്രയൊക്കെ ആണെങ്കിലും പൗലോസ്ലീഹയ്ക്ക് തൻ്റേതായ ഒരു ഉള്ളിലെ മുള്ള് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പൗലോസ് പല പ്രാവശ്യം പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ, എൻ്റെ ഉള്ളിൽ നീ തന്നിരിക്കുന്ന ആ മുള്ള് ഒന്ന് എടുത്തു മാറ്റിയിരുന്നെങ്കിൽ, എനിക്കത് മാറ്റിക്കിട്ടിയാൽ കുറേ കൂടി മനോഹരമായി അങ്ങേക്ക് വേണ്ടി നിലകൊള്ളാമായിരുന്നു. പക്ഷേ സ്വർഗത്തിലെ ദൈവം പറഞ്ഞ വാക്കുകൾ പ്രധാനപ്പെട്ടതാണ്. 2 കൊറിന്ത്യൻസിൻ്റെ 12-ാമത്തെ അധ്യായം 9-ാമത്തെ തിരുവചനത്തിൽ നമ്മളത് വായിക്കും. പൗലോസ്, നിനക്ക് എൻ്റെ കൃപ മതി, നിൻ്റെ ബലഹീനതയിലാണ് എൻ്റെ ശക്തി ഞാൻ കൂടുതൽ പ്രകടമാക്കുന്നത്. സത്യത്തിൽ മണ്ണിൽ നിന്ന് മനുജനെ മെനഞ്ഞെടുത്ത ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ നടത്താൻ ഏതു വിധേനയും സാധിക്കും എന്ന് നമ്മൾ തിരിച്ചറിയണം. ബേസിക് നേഴ്സിംഗ് പഠിച്ചവനെയും BSc നേഴ്സിംഗ് പഠിച്ചവനെയും ഒരേ റാങ്കിലെത്തിക്കാനോ ഉന്നതമായ റാങ്കിലെത്തിക്കാനോ നമ്മുടെ ദൈവത്തിന് കഴിയും. പച്ചവെള്ളത്തെ ഏറ്റവും ലഹരിയുള്ള മുന്തിരിച്ചാറാക്കി മാറ്റിയ ദൈവത്തിനാണോ നമ്മുടെ ജീവിതത്തെ മാറ്റാൻ കഴിയാത്തത്? ഒരിക്കലുമല്ല. നമ്മുടെ ദൈവത്തിന് വിവിധങ്ങളായ വലിയ സംവിധാനങ്ങൾ ആവശ്യം ഉണ്ട് എന്ന് നിർബന്ധമില്ല. വലിയ വ്യക്തികളെ കൊണ്ടും ആവശ്യമില്ല. സത്യത്തിൽ ഏറ്റവും എളിയ കാര്യത്തെപ്പോലും ഉന്നതമായ ആയുധമാക്കി മാറ്റാൻ, ഉന്നതമായ തൻ്റെ ശുശ്രൂഷയുടെ ഉപകരണങ്ങളാക്കി മാറ്റാൻ ദൈവത്തിന് സാധിക്കും. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രത്യേകിച്ച് സഭയിൽ ഏറെ പ്രതിസന്ധികൾ ഉണ്ടായിരുന്ന ഒരു സമയം, റഷ്യ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൻ്റെ കീഴിൽ പോകുന്നു. ലോകത്തിലെ 1/3 ഭാഗം ജനം അവിശ്വസ്തതയുടെയും പ്രത്യേകിച്ച് നിരീശ്വരവാദ പ്രസ്ഥാനവുമായി മുന്നോട്ട് പോകുന്ന കാലഘട്ടം. ലോകത്തിലെ ഭൂപ്രദേശങ്ങളിൽ ഏറ്റവും വലിയ രാജ്യമാണ് അന്നത്തെ റഷ്യ. സഹോദരങ്ങളെ, ഈ സമയത്ത് ഈ ഭരണത്തെ എങ്ങനെ ഉന്മൂലനം ചെയ്യാൻ കഴിയും? ഇത് ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കഴിഞ്ഞാൽ ദൈവനിഷേധം കൊണ്ട് മനുഷ്യരുടെ മനസ്സ് മുഴുവൻ നിറയുമല്ലോ എന്നുള്ള സംസാരമായി. പണ്ഡിതന്മാർ ഒരു വശത്ത് ആലോചിക്കുന്നു, പലരും ചിന്തകന്മാർ മാറിയിരുന്ന് മറ്റു ചില ചിന്തകൾ പ്രപ്പോസ് ചെയ്യുന്നു. ഇതിനിടയിൽ ചില ദൈവ മനുഷ്യർ ഇങ്ങനെ പറഞ്ഞു, നമുക്ക് കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാം, ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിക്കാം. ഇത് കേട്ടവർക്കൊക്കെ വലിയ നാണം തോന്നി, വലിയ വിഷമം തോന്നി. ചിലർ പറഞ്ഞു, ജപമാല ചൊല്ലിയതുകൊണ്ട് നിരീശ്വരവാദ പ്രസ്ഥാനങ്ങൾ ഉന്മൂലനം ചെയ്യപ്പെടുമോ? അത്തരം പ്രത്യയ ശാസ്ത്രങ്ങളിൽ നിന്ന് മനുഷ്യർ സ്വാതന്ത്ര്യം പ്രാപിക്കുമോ? പക്ഷേ ദൈവ ശുശ്രൂഷകർ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം, ജപമാല എന്നത് കഴുത്തിൽ അണിയുമ്പോൾ ആഭരണവും കൈകളെടുക്കുമ്പോൾ ആയുധവുമാണ്. അപ്പോൾ അവരിൽ പല മനുഷ്യരും, എന്തിന് മലയാളികളായിരിക്കുന്ന ആളുകൾ പോലും റഷ്യയുമായി യാതൊരു ബന്ധമോ ആ രാജ്യത്തെക്കുറിച്ച് കേട്ടുകേൾവി പോലുമില്ലാത്ത സാധാരണക്കാരായ മനുഷ്യർ കഴുത്തിൽ ആഭരണമായിട്ടെടുത്ത ആ ജപമാലകൾ കൈകളിൽ ആയുധമായിട്ടെടുക്കാൻ തുടങ്ങി. ആ ആയുധം ഉപയോഗിച്ച് അവർ നിരന്തരം പ്രാർത്ഥിക്കാൻ തുടങ്ങി. കാലങ്ങൾ അധികം പിന്നിട്ടില്ല. സഹോദരങ്ങളെ, ചരിത്രത്തിൻ്റെ ഏടുകൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, കമ്മ്യൂണിസ്റ്റ് ഭരണം പരിപൂർണമായി അവിടുന്ന് ഉന്മൂലനം ചെയ്യപ്പെട്ടു. നിരീശ്വരവാദ പ്രസ്ഥാനങ്ങൾ ഇല്ലായ്മ ചെയ്യപ്പെട്ടു. റഷ്യയുടെ ചരിത്രം മറ്റൊരു ചരിത്രമായി രൂപാന്തരപ്പെട്ടു. ദൈവത്തിന് ലോകത്തിൽ ഒരു കാര്യം ചെയ്യാൻ ഒരു പ്രത്യേകമായ സംവിധാനമോ ഏതെങ്കിലും പ്രത്യേകമായ വ്യക്തികളോ വേണമെന്ന് നിർബന്ധമില്ല. ദൈവത്തിൻ്റെ കൈകളിൽ ഏതൊരു എളിയ ആയുധവും അനുഗ്രഹീതമായ ആയുധമാക്കി മാറ്റുവാൻ കഴിയും എന്ന് നമ്മൾ തിരിച്ചറിയണം. പഴയ നിയമത്തിൽ എളിയ ആയുധങ്ങളെ ഉന്നതങ്ങളായ ആയുധങ്ങളാക്കി ഉപയോഗിച്ച ഒട്ടേറെ സംഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട്.
ഏതാനും സംഭവങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഒന്നാമതായി ന്യായാധിപന്മാരുടെ പുസ്തകം 13, 14, 15 പുസ്തകങ്ങളിലാണ് സാംസൺ എന്ന് പറയുന്ന വ്യക്തിയെ ബൈബിൾ പരിചയപ്പെടുത്തുന്നത്. ഇസ്രയേൽ ജനത ഏതാണ്ട് 20 വർഷത്തിലധികം ഭരണം നയിക്കാൻ ദൈവം നിയോഗിച്ച വ്യക്തിയാണ് സാംസൺ എന്ന് പറയുന്ന ന്യായാധിപൻ. മനോവയുടെയും അവൻ്റെ ഭാര്യയിൽ നിന്ന് വർഷങ്ങളോളം പ്രാർത്ഥിച്ച് ദൈവം കൊടുത്ത ദാനമാണ് സാംസൺ എന്ന് പറയുന്ന കുഞ്ഞ്. ചെറുപ്പത്തിലെ തന്നെ നാസീർ വ്രതക്കാരനായി പ്രത്യേകം ദൈവത്താൽ നിയോഗിക്കപ്പെട്ടാണ് അവൻ്റെ വളർച്ച മുഴുവൻ നടക്കുന്നത്. സഹോദരങ്ങളെ, ഈ സമയത്താണ് ഇവനെ ഫിലിസ്തീനുമായുള്ള യുദ്ധത്തിലേർപ്പെടുവാൻ വേണ്ടി ദൈവം നിയോഗിക്കുന്നത്. ഇവൻ നിയോഗിക്കുന്ന നേരത്ത് ഇവൻ സാധാരണമായൊരു മനുഷ്യനാണ്. പ്രത്യേകമായ കഴിവുകൾ എന്തെങ്കിലും അവനുണ്ട് എന്ന് പറയാനുമില്ല. തീർച്ചയായും അവൻ്റെ മാതാപിതാക്കൾ ഏറെ കാലം പ്രാർത്ഥിച്ചിരുന്നു ഇങ്ങനൊരു പുത്രന് ജന്മം കൊടുക്കാൻ എന്നുള്ളത് തീർച്ച തന്നെ. എന്നാൽ അവന് എന്തെങ്കിലും പ്രത്യേകമായ പ്രാവീണ്യമുള്ളതായി ബൈബിൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നില്ല. പക്ഷേ ദൈവം പറഞ്ഞപ്പോൾ, ദൈവം വിളിച്ചപ്പോൾ അവൻ ദൈവത്തിനൊപ്പം നിലകൊള്ളുകയും വിശ്വസ്തയോടുകൂടി ജീവിക്കുകയും ചെയ്തു. അവൻ പറഞ്ഞു, മറ്റ് പല പ്രവാചകന്മാരെ പോലെയും എനിക്കും ആയുധങ്ങൾ പ്രയോഗിച്ച് പരിചയമില്ല. ദൈവം പറഞ്ഞു, ഞാൻ പറയുന്നത് പോലെ നീ ചെയ്താൽ മതി. ഫിലിസ്തീനെ തോൽപ്പിക്കാനുള്ള വഴികളെല്ലാം നിനക്ക് ഞാൻ പറഞ്ഞു തരാം. ഒരു ദിവസം ഇതുപോലെ പ്രഭാതത്തിൽ അവൻ വന്ന് നോക്കുമ്പോൾ കാണുന്നത് ഫിലിസ്തീനയുടെ വലിയൊരു സമൂഹം വന്ന് ഇവനെ നശിപ്പിക്കാനായി കാത്തിരിക്കുന്നു. കാരണം സാംസണാണ് ന്യായാധിപൻ. അവനെ നശിപ്പിച്ചാൽ വളരെ എളുപ്പത്തിൽ ഇസ്രയേലിനെ മുഴുവൻ തങ്ങളുടെ കാൽക്കീഴിലാക്കാം. അവൻ നോക്കി, തൻ്റെ കയ്യിൽ ആയുധമൊന്നുമില്ല. അവൻ നോക്കിയപ്പോൾ അവന് കണ്ടുകിട്ടിയത് ആ നാളുകളിൽ അവിടെ ചത്തുപോയ ഒരു കഴുതയുടെ താടിയെല്ല് അവിടെ കിടക്കുന്ന കണ്ടു. ആ കഴുതയുടെ താടിയെല്ല് ഉപയോഗിച്ചുകൊണ്ടാണ് അവൻ ആയിരക്കണക്കിന് ഫിലിസ്ത്യരെ, ശത്രു സൈന്യങ്ങളെ ഉന്മൂലനം ചെയ്യുന്നത്. നമ്മൾ ഓർക്കണം, ഒരു കഴുത എന്ന് പറഞ്ഞാൽ ഇന്നും മനുഷ്യപുത്രൻ ഉപയോഗിച്ച ജന്തുവാണ്, ജീവിയാണെങ്കിൽ കൂടിയും നീ കഴുതയെപ്പോലെയാണെന്ന് പറഞ്ഞാൽ നിനക്ക് ബുദ്ധിയില്ല, നിനക്ക് ശേഷിയില്ല എന്നാണ് അതിനർത്ഥം. കഴുത വെറുതെ ഭാരം ചുമക്കാൻ മാത്രം വിധിക്കപ്പെട്ട ഒരു ജീവിയായിട്ടാണ് പലപ്പോഴും ചിത്രീകരിക്കപ്പെടാറുള്ളത്. അപ്പോൾ കഴുതയുടെ താടിയല്ലോ അതിനേക്കാൾ താണ വിധത്തിലുള്ള എന്തോ ഒന്നാണ്. സഹോദരങ്ങളെ, ഈ താടിയൽ ഉപയോഗിച്ചാണ് പൂർവ്വപിതാക്കന്മാരെ ശത്രുഗണത്തിൽ നിന്നും കാക്കുവാൻ ദൈവം അനുവദിച്ചത്. പാവപ്പെട്ട അല്ലെങ്കിൽ വളരെ സാധാരണമായ ഒരു താടിയൽ ഉപയോഗിച്ച് ആയിരങ്ങളെ ദൈവം നശിപ്പിക്കാൻ, ഉന്മൂലനം ചെയ്യുവാൻ വേണ്ടി സാംസനെ അനുവദിച്ചെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും എളിയ കാര്യത്തെ ദൈവത്തിന് ഉന്നതമായ കാര്യങ്ങൾക്ക് വേണ്ടി നിയോഗിക്കാൻ പറ്റും എന്ന് തിരിച്ചറിയണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിവുകളോ നമ്മുടെ സിദ്ധികളോ വളരെ ഉന്നതമായിട്ടുണ്ടാകണം എന്ന് നിർബന്ധമില്ല. വലിയ ഐക്യു ഉള്ളവരെ അല്ല ദൈവം വലിയ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. മറിച്ച് വളരെ സാധാരണമായി ദൈവത്തിൻ്റെ മുമ്പിൽ വിശ്വസ്തയോടുകൂടി നിലകൊള്ളുന്ന ഏതൊരു ദൈവ പൈതലിനെയും ദൈവം കൈകളിലെടുക്കും, ഉന്നതമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യും. ഇതുപോലെ തന്നെ പഴയ നിയമത്തിൽ നാം കണ്ടുമുട്ടുന്ന മറ്റൊരു വ്യക്തിയാണ് ദാവീദ്. ദാവീദിൻ്റെ കാലത്തും ഇതുപോലെ തന്നെ ഫിലിസ്ത്യരുടെ കീഴിൽ അടിമകളായി ഇസ്രയേൽ ജനത്തിന് കഴിയേണ്ടി വന്നു. ദാവീദ് അന്ന് അവിടെ ജീവിച്ചിരിപ്പുണ്ട്. ദാവീദ് രാജാവായിട്ടില്ല, സാവൂൾ രാജാവാണ് രാജാവായി ഇസ്രയേലിൽ നയിക്കുന്നത്. സഹോദരങ്ങളെ, ഈ സമയത്ത് ഫിലിസ്ത്യരുടെ നേതാവായി ഗോലിയാത്ത് നിലകൊള്ളുന്നു. ഇവനെ ഇടിച്ചു തകർക്കാൻ ആരുമില്ല, ഇവനെ വീഴ്ത്താൻ ആരുമില്ല. ഒരു വശത്ത് ആയുധ കോപ്പുകളുമായി സാമഗ്രികളുമായി ഇസ്രയേലിൻ്റെ പടയാളികളുണ്ട്. പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ശരീരം മുഴുവൻ വലിയ പടക്കച്ച അണിഞ്ഞുകൊണ്ടാണ് അപ്പുറത്ത് ശത്രു സൈന്യത്തിലെ ഗോലിയാത്ത് നിൽക്കുന്നത്. അടുക്കാൻ പറ്റുന്നില്ല, സമീപിക്കാൻ പറ്റുന്നില്ല. മാത്രമല്ല, എന്ത് ആയുധം ഉപയോഗിച്ചാലും ഒരുപക്ഷെ തങ്ങൾക്ക് തന്നെ തിരിയെ അത് എറിഞ്ഞു കുത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒന്നും ഉപയോഗിക്കാതെ അവർ നിൽക്കുന്ന സമയത്താണ് പാവപ്പെട്ട ദാവീദ്, ആടുകളെ മേച്ച് നടന്നവൻ, പതുക്കെ 5 മിനുസപ്പെടുത്തിയ കല്ലുകളും താൻ ഉപയോഗിച്ചു കൊണ്ടിരുന്ന കവണയുമായി അവിടേക്ക് വരുന്നത്. അവിടെ വരുന്നത് മാതാപിതാക്കൾ അവൻ്റെ ചേട്ട സഹോദരന്മാർക്ക് വേണ്ടി കൊടുത്ത ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പോയതാണ്. അവിടെ ചെന്നപ്പോൾ ഇവരിങ്ങനെ നിൽക്കുന്നതാണ് കാണുന്നത്. ഒന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കുന്നു. ഇവൻ എന്ത് ചെയ്തു? ഒരു 5 കല്ലിൽ
ഒരു വെള്ളാരം കല്ലെടുത്തു, താഴെ വെച്ച് ഒന്നുകൂടി എന്ന് അവൻ മിനുസപ്പെടുത്തിയിട്ട് വേറെ ഒന്നും ചെയ്തില്ല. അത് കൃത്യമായി അപ്പുറത്ത് നിൽക്കുന്ന ഗോലിയാത്തിൻ്റെ കൃത്യമായ സ്ഥലത്തേക്ക്, എവിടെ ഇടിച്ച് താഴ്ത്തിയാൽ അവൻ വീണു പോകുമോ അവിടേക്ക് തന്നെ കൃത്യമായ സ്ഥാനത്തേക്ക് വലിച്ചെറിഞ്ഞു. സഹോദരങ്ങളെ, അത് ചെയ്ത് അവൻ അവിടെ മറിഞ്ഞു വീണ് കിടക്കുമ്പോൾ അപ്പുറത്ത് ആളുകൾ ജയ് മുഴക്കുന്നുണ്ട്. സാവൂൾ 1000 കൊന്നു, ഇതാ ദാവീദ് 10,000 കൊന്നുവെന്ന്. ഇവിടെ നമ്മൾ ഓർക്കണം, ദൈവം ദാവീദിൽ ഉപയോഗിക്കുന്നത് ഒരു സാധാരണമായ, ഒരു വളരെ മനുഷ്യൻ അധികമൊന്നും പരിഗണനയ്ക്ക് എടുക്കാത്ത ഒരു പാവപ്പെട്ട കല്ലുപയോഗിച്ചുകൊണ്ടാണ്, സാധാരണമായ കല്ലുപയോഗിച്ചുകൊണ്ടാണ്. ഒരു കല്ലുകൊണ്ട് ഒരു മല്ലനെ വീഴ്ത്താൻ പറ്റുമോ? മാത്രവുമല്ല, അന്ന് പറയപ്പെടുന്നത് ഗോലിയാത്തിൻ്റെ ശരീരത്തിൽ ഇവിടെ നെറ്റിത്തടത്തിലല്ലാതെ ബാക്കി ബോഡിയുടെ എല്ലാ ഭാഗവും പടക്കച്ചണിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൃത്യം ആ സ്ഥാനം നോക്കി അത് എറിഞ്ഞില്ലെങ്കിൽ അവൻ വീഴില്ലെന്ന് മാത്രമല്ല, അങ്ങോട്ട് കവണ ഉപയോഗിച്ച് എയ്യുന്ന കല്ല് തിരിച്ചു വന്ന് ദാവീദ് പോലും താഴെ വീഴാൻ സാധ്യതയുണ്ട്. പക്ഷേ ആ കല്ലിനെ ദൈവം കാര്യമായി ഉപയോഗിച്ചു. ദൈവത്തിന് എളിയ കാര്യങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് വൻ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്ന് നമ്മൾ ഓർക്കണം. വിശുദ്ധ മദർ തെരേസയുടെ ജീവിതത്തിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവം ഞാൻ ഓർക്കുന്നു. അവർക്ക് 85,000 രൂപയുടെ ആവശ്യം വന്നു. 85,000 രൂപ എങ്ങനെ സമാഹരിക്കുമെന്ന് ഓർത്തുകൊണ്ട് അമ്മയും കൂട്ടത്തിലുള്ള സഹോദരങ്ങളും കൂടി നടക്കുകയാണ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ബംഗാളി സ്ത്രീകൾ, പ്രത്യേകിച്ചും ബംഗാളിൽ പാവപ്പെട്ട സാധാരണമായ തോട്ടിപ്പണി ചെയ്യുന്ന സ്ത്രീകളുടെ വസ്ത്രം, സാരിയാണ് ആ അമ്മ അവരുടെ വസ്ത്രമായിട്ടെടുത്തത്. അവർ സാധാരണയായി ആ സാരിത്തുമ്പിൽ വീടിൻ്റെ താക്കോൽ കൂട്ടമാണ് സൂക്ഷിച്ചിരുന്നതെങ്കിൽ അമ്മ പ്രതിനിധാനം ചെയ്യുന്ന സന്യാസിനി സമൂഹവും ആ താക്കോൽ കൂട്ടം വയ്ക്കുന്ന സ്ഥാനത്ത് കുരിശ് രൂപം കെട്ടിവെച്ചുകൊണ്ടിരുന്നു. സഹോദരങ്ങളെ, പ്രശ്നങ്ങൾ വരുന്ന നേരത്തൊക്കെ ആ കുരിശ് രൂപം പിടിച്ച് ചുംബിക്കും. അങ്ങനെ ഇരിക്കെയാണ് ഈ പൈസയ്ക്ക് ആവശ്യം വരുന്നത്. അമ്മയോട് സഹോദരി സിസ്റ്റേഴ്സ് പറഞ്ഞ്, നമുക്ക് 85,000 രൂപ വേണം, അല്ലെങ്കിൽ നമ്മുടെ ഭവനമൊക്കെ ബാങ്കുകാർ കൊണ്ടുപോകും. അമ്മ പറഞ്ഞ കാര്യം ഇതാണ്, നമുക്ക് വേറെ വഴിയൊന്നുമില്ല, ആരോടും ചോദിക്കാനും പറ്റില്ല, നിങ്ങൾ ഒരു 85,000 നന്മ നിറഞ്ഞ മറിയം അങ്ങ് ചെല്ലുക. സഹോദരങ്ങളെ, ഇത് അവിടെ ഉള്ള ഏതാനും വൈദികർ കേട്ടു. അവർ കേട്ടപ്പോൾ ആകപ്പാടെ പുച്ഛിച്ച് ചിരിക്കാൻ തുടങ്ങി. ദൈവമേ, എന്ത് പരിപാടിയാണ് അമ്മ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ 85,000 നന്മ നിറഞ്ഞ മറിയം ചെല്ലിക്കോ, എന്നാൽ നിങ്ങൾക്ക് ആരെങ്കിലും കൊണ്ടുവന്ന് തരും, പൈസ തരും എന്നൊക്കെ ചിന്തിക്കുക എന്ന് പറയുന്നത് മാനുഷികമായ ബുദ്ധിക്ക് അത്ര കണ്ട് നിരക്കുന്നതാണ്. സഹോദരങ്ങളെ, അമ്മ പറയുന്നത് അന്ധമായിട്ടെന്നവണ്ണം വിശ്വസിച്ചുകൊണ്ട് കൂട്ടത്തിലുണ്ടായ സിസ്റ്റേഴ്സ് നന്മ നിറഞ്ഞ മറിയം ചെല്ലാൻ തുടങ്ങി. ഇവരുടെ ജീവിത കഥകളിൽ രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: 85,000 നന്മ നിറഞ്ഞ മറിയം 10 സിസ്റ്റേഴ്സ് ഒരുമിച്ചിരുന്ന് ചൊല്ലി ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേനും ഒരു ബ്രാഹ്മണനായൊരു മനുഷ്യൻ കൊണ്ടുവന്ന് കൃത്യം 85,000 രൂപ അവർക്ക് കൊടുക്കുകയും അവിടെ ഉണ്ടായിരുന്ന പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ അത് ഉപയോഗിക്കുകയും ചെയ്തുവെന്ന്. ദൈവത്തിന് നമ്മുടെ നന്മ നിറഞ്ഞ മറിയം എന്നുള്ള പ്രാർത്ഥനയുടെ ഏതാനും വരികൾ മാത്രം മതിയായിരിക്കും വലിയ കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടുമുറ്റത്തോ നിങ്ങളുടെ അടുക്കളയിലോ നിങ്ങളുടെ കിടപ്പുമുറിയിലോ കൊണ്ടുവന്നെത്തിക്കാൻ. ദൈവത്തിന് നമ്മുടെ മനസ്സാണ് പ്രധാനപ്പെട്ടത്. എളിയ കാര്യങ്ങളെ വൻകാര്യങ്ങൾക്ക് വേണ്ടി പ്രയോഗിക്കാൻ നമ്മുടെ വല്ലഭനായ ദൈവത്തിന് കഴിയുമെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇതുപോലെ തന്നെ ബൈബിൾ പരിചയപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട വ്യക്തിയാണല്ലോ മോശ. മോശയുടെ നേതൃത്വത്തിൽ ഇസ്രയേൽ ജനം യാത്രയാവുകയാണ്. അവരുടെ കൈകളിലൊക്കെ യാത്ര ചെയ്ത് ക്ഷീണിക്കുമ്പോൾ പിടിക്കാൻ തീർച്ചയായും വടികളുണ്ടായിരിക്കും. പ്രായപൂർത്തി വന്നവർക്ക് അത് കുത്തി വേണമായിരിക്കും ഒരുപക്ഷെ മരുഭൂമിയിലെ ഓരോ ദേശവും പിന്നിടാൻ. തീർച്ചയായും അവർ യാത്രക്കിടയിലാണ് ചെങ്കടലിൻ്റെ മുമ്പിൽ വരുന്നത്. അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, നീ ഇടപെടണം, നീ ഇടപെട്ടില്ലെങ്കിൽ ഞങ്ങൾ മുങ്ങിച്ചാവും. ഞങ്ങളുടെ പിറകിലൂടെ വരുന്ന ഫറവോയുടെ കൂട്ടർ ഞങ്ങളെ വീണ്ടും പിടിച്ച് ഈജിപ്തിലേക്ക് കൊണ്ടുപോകും, അതുകൊണ്ട് നീ ഇടപെടണം. സഹോദരങ്ങളെ, അവർക്ക് അതിലധികം ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. എന്നാൽ ദൈവം അവരുടെ ആ എളിയ പ്രാർത്ഥന കേട്ടു. ദൈവം അവരോട് പറഞ്ഞു, മോശേ, നിൻ്റെ കയ്യിലിരിക്കുന്ന ആ വടിയെടുത്ത് നീ നീട്ടുക. മോശ പ്രായം വന്ന ആളാണ്, 82 വയസ്സിലധികം അദ്ദേഹത്തിൻ്റെ പ്രായമുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന വടിക്ക് ഒരുപക്ഷെ അദ്ദേഹത്തെക്കാൾ പ്രായമുണ്ട്. ആ ഉണക്ക വടിയെടുത്ത് അയാൾ
ഇതാ അങ്ങ് അകലെയുള്ള ചെങ്കടലിന് നീരെ നീട്ടിപ്പിടിച്ചു. ചെങ്കടൽ വിഭജിക്കപ്പെട്ടു, മതിൽ പോലെ രൂപപ്പെട്ടു. അവർ മുമ്പിലൂടെ കുതിച്ചു മുന്നോട്ട് പായുകയും ചെയ്തു. സഹോദരങ്ങളെ ഓർക്കണം, സാംസന് അത്ര കണ്ട് പ്രയോജനകരമല്ലാത്ത ഒരു കഴുതയുടെ താടിയിൽ ഉപയോഗിച്ച് ശത്രുഗണത്തെ അരിഞ്ഞു വീഴ്ത്താൻ കഴിഞ്ഞെങ്കിൽ, പാവപ്പെട്ട ദാവീദ് എന്ന് പറയുന്ന ഇടയ ബാലന് തൻ്റെ കയ്യിൽ മിനുസപ്പെടുത്തി അവൻ തന്നെ എടുത്ത ഒരു കല്ലുകൊണ്ട് കവണ ഉപയോഗിച്ച് അങ്ങ് അകലെയുള്ള ശത്രുവിനെ ഇടിച്ചു നിരപ്പാക്കാൻ കഴിഞ്ഞുവെങ്കിൽ, പാവപ്പെട്ട മോസസ് എന്ന് പറയുന്ന വയോധികനായ മനുഷ്യന് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഉണക്ക വടി പ്രയോഗിച്ചുകൊണ്ട് നീണ്ടു കിടക്കുന്ന ചെങ്കടലിനെ പകുക്കാൻ കഴിഞ്ഞെങ്കിൽ, നമ്മുടെ ജീവിതത്തിലെ ഏതൊരു കാര്യത്തിലും എളിയ കാര്യങ്ങളിലൂടെ ഉന്നതമായവ നടത്തുവാൻ ദൈവത്തിന് സാധിക്കും. വല്ലഭന് ഏറ്റവും എളിയതുപോലും വലിയ ആയുധമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ എളിയതായ കാര്യങ്ങൾ ദൈവകരങ്ങളിൽ അർപ്പിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ദൈവത്തിന് അതുപയോഗിച്ച് വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയാതെ പോകുന്നത്. നമുക്കറിയാമല്ലോ, ഈശോ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവൻ ചെയ്ത ആദ്യത്തെ മഹാത്ഭുതം പച്ചവെള്ളത്തെ മുന്തിരിച്ചാറാക്കുന്നു. അവർ വലിയ ദാരിദ്ര്യം വന്ന നേരത്ത്, അവിടെ വീഞ്ഞ് തീർന്നു പോകുന്ന സമയത്ത് അവരെന്താണ് ചെയ്യുന്നത്? അവർ പെട്ടെന്ന് ആലോചിക്കുന്നത് ബുദ്ധിമാന്മാർ പറയുന്ന മറുപടികൾ തന്നെയാണ്. അവർ പറഞ്ഞു, നമുക്ക് മാർക്കറ്റിൽ പോയി വാങ്ങാം, അല്ലെങ്കിൽ ഇനി പാകം ചെയ്തെടുക്കാൻ നമുക്ക് സമയമില്ലല്ലോ. അപ്പോൾ ഈശോ പറയുന്ന മറുപടിയാകട്ടെ വളരെ എളിയതാണ്. ഈശോ പറഞ്ഞു, നിങ്ങളുടെ വീട്ടുമുറ്റത്തുള്ള കിണറ്റിൽ തന്നെ അതിനുള്ള സാധ്യത കിടക്കുന്നുണ്ട്. ആ കിണറ്റിലെ വെള്ളം കോരി വെക്കുക, ഞാനതിനെ ലഹരി പിടിപ്പിക്കാം, ഞാനതിൻ്റെ നിറം മാറ്റാം, ഞാനതിൻ്റെ ശൈലി മാറ്റാം. സഭയിലും സമൂഹത്തിലുമൊക്കെ വലിയ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് നാം പറയുന്ന വ്യക്തികൾ സത്യത്തിൽ വലിയ കഴിവുകളുള്ളവരോ സിദ്ധികളുള്ളവരോ അല്ല എന്നുകൂടി നമ്മൾ തിരിച്ചറിയുന്നത് നല്ലതാണ്. ഉദാഹരണത്തിന്, ഏറ്റവും കൂടുതൽ വ്യക്തികളെ യേശുവിന് പരിചയപ്പെടുത്തുന്നവരാരാണ്? വളരെ സാധാരണക്കാരായ വ്യക്തികളാണ്. ഏറ്റവും അധികം ഈശ്വര വിചാരവും കൊണ്ട് നടക്കുന്ന വ്യക്തികളാരാണ്? വളരെ സാധാരണക്കാരെന്ന് പറയുന്ന വ്യക്തികളാണ്. എപ്പോഴും സാധാരണക്കാരിലൂടെയാണ് ദൈവം അസാധാരണമായ വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാറുള്ളത്. ഞാൻ ഓർക്കുന്നു, ഏതാനും നാളുകൾക്ക് മുമ്പ് മഡഗാസ്കർ എന്ന് പറയുന്ന രാജ്യത്ത് പോയി മിഷൻ പ്രവർത്തനം നടത്തുന്ന ഒരു പാവപ്പെട്ട വൈദികൻ. അദ്ദേഹത്തിന് മലയാളം നേരെ ചൊവ്വന സംസാരിക്കാൻ പറ്റില്ല, ഇംഗ്ലീഷും സംസാരിക്കാൻ പറ്റുകയില്ല, അവിടെയുള്ള ലോക്കൽ ലാംഗ്വേജ് സംസാരിക്കാൻ പറ്റില്ല. ഒരു ഭാഷയും വലിയ പിടിയില്ലാത്തതുകൊണ്ട് സ്നേഹത്തിൻ്റെ ഭാഷ അദ്ദേഹത്തിൽ വളരെ ആക്റ്റീവായി വർക്ക് ചെയ്തു. അദ്ദേഹം അവിടെ പോയി പാവപ്പെട്ട മനുഷ്യരെ ഏറെ സ്നേഹിച്ചു. കാണുന്ന സ്ഥലങ്ങളിലൊക്കെ ലിറ്റർജിയുടെ വലിയ ഭാവങ്ങളൊന്നും ശ്രദ്ധിക്കാതെ തന്നെ അദ്ദേഹം മരച്ചുവട്ടിലിരുന്നും റോഡിൻ്റെ സൈഡിലിരുന്നും കുമ്പസാരിപ്പിക്കാനും വിശുദ്ധ ബലി അർപ്പിക്കാനും ഒക്കെ തുടങ്ങി. സഹോദരങ്ങളെ, ഒട്ടേറെ പേര് അദ്ദേഹത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു. അദ്ദേഹത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു എന്ന് പറയുന്നതിനേക്കാൾ യേശുവിലേക്ക് കടന്നു വന്നു. സത്യത്തിൽ അദ്ദേഹത്തിൽ അത് കൂടുതൽ ബലവും ശക്തിയും കൊടുത്തു. അദ്ദേഹം തീരുമാനിച്ചു, തീർച്ചയായിട്ടും എനിക്കും കുറേ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഒരു പാവപ്പെട്ട എന്നിലൂടെ ദൈവം ഇത്രയും ചെയ്യുന്നുണ്ടല്ലോ. അതുകൊണ്ട് അദ്ദേഹം തൻ്റെ പ്രേക്ഷിത വേല തുടർന്നു. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ കണ്ടപ്പോൾ പറഞ്ഞ് ഞാൻ ഓർക്കുന്നു, അദ്ദേഹം ഏതാണ്ട് 15,000-ലധികം വ്യക്തികളെ സഭയിലേക്ക് കൂട്ടിച്ചേർക്കുവാനുള്ള അവസരമൊരുക്കി. അദ്ദേഹം ഭാഷ പരിചയമില്ലാത്തതുകൊണ്ട് തന്നെ ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കുകയും ദൈവത്തെ കൂടുതൽ ചേർത്ത് പിടിക്കുകയും തൻ്റെ ജീവിതത്തിൽ ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ കരങ്ങളിൽ അർപ്പിക്കുകയും ചെയ്തു. നമ്മൾ ഓർക്കണം, വലിയ ഗ്രന്ഥങ്ങൾ പോലും എഴുതപ്പെടുന്നത് നമ്മുടെ വളരെ വില കുറഞ്ഞ പേന കൊണ്ടാണ്. വളരെ വില കുറഞ്ഞ പേനകളായിരിക്കാം നമ്മൾ, വളരെ മൂല്യവത്തായ പലതും നമ്മളിലില്ലായിരിക്കാം. പക്ഷേ മൂല്യം തരുന്ന കർത്താവ് നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ എന്തും നമ്മിലൂടെ സാധിക്കുമെന്ന് തിരിച്ചറിയാം. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവെ, ഞാനെന്ന് പറയുന്ന എളിയ ജീവിതത്തെ നിൻ്റെ കരങ്ങളിൽ അർപ്പിക്കുന്നു. ഉന്നതമായ കാര്യങ്ങൾക്ക് വേണ്ടി നീ ഉപയോഗിക്കുമെങ്കിൽ ഞാൻ തയ്യാറാണെന്ന് ഏറ്റു പറയുകയും ചെയ്യും. ഉപാസന ഉപാസന
നാഥനെ കാണുവാൻ ആരാധകരിവർ കാത്തിരിപ്പൂ. ആത്മനാഥനേശുവേ, ആരാധനയുടെ നിമിഷങ്ങളിൽ ആത്മനാഥനെ കാണുവാൻ ആരാധകരിവർ കാത്തിരിപ്പൂ. ആത്മനാഥനേശുവേ, ആരാധന ആരാധന ആയിരം ആരാധന. ആരാധന ആരാധന ആത്മാവിലാരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സകല സ്തുതിക്കും സകല മഹത്വത്തിനും അർഹനായ ഞങ്ങളുടെ ദിവ്യകാരുണ്യ യേശുവിനെ പൂർണ്ണ ഹൃദയത്തോടും നന്ദി നിറഞ്ഞ മനസ്സോടും കൂടി സമ്പൂർണമായി ഞങ്ങൾ അർപ്പിച്ചുകൊണ്ട് ആരാധിക്കുന്നു. ദിവ്യകാരുണ്യ യേശുവേ, അവിടുന്ന് ഒരാളുടെ ജീവിതത്തെ കരങ്ങളിൽ എടുക്കുമ്പോഴാണല്ലോ ആ ജീവിതം അനുഗ്രഹത്തിൻ്റെതായി മാറുന്നത്. ഒരു പക്ഷേ ഒട്ടേറെ ബലഹീനമായ ഒരു വ്യക്തിയാണെങ്കിൽ പോലും ദൈവം അവനെയോ അവളെയോ കരങ്ങളിൽ എടുക്കുമ്പോൾ ആ ജീവിതം ഒരുപാട് പേർക്ക് അനുഗ്രഹമായി മാറുന്നു. ഇതാ വലിയൊരു ജനക്കൂട്ടം പ്രഭാതം മുതൽ ക്രിസ്തുവിൻ്റെ വചനം കേൾക്കാൻ കാത്തിരുന്നു. അവർക്ക് ഭക്ഷിക്കാൻ ഒന്നുമില്ലായിരുന്നു. ആര് ഭക്ഷണം കൊടുക്കും, എന്തു ഭക്ഷണം കൊടുക്കുമെന്ന് പലരും ചിന്തിച്ചു. ഒരു പാവപ്പെട്ട ബാലൻ പറഞ്ഞു, എൻ്റെ കൈകളിൽ 5 അപ്പവും 2 മീനുമുണ്ട്. ആ ബലഹീനമായ കരങ്ങൾ കൊണ്ട് അവനൊന്നും ചെയ്യുക സാധ്യമല്ല. ഇത്രയും ജനതയെ തീറ്റിപ്പോറ്റാൻ യേശു കർത്താവ് ആ 5 അപ്പവും 2 മീനും കരങ്ങളിൽ എടുത്തു. അവ ആശീർവദിച്ചു, അനുഗ്രഹിച്ച് ജനതകൾക്ക് വേണ്ടി വിഭജിച്ചു. കർത്താവേ, മുഴുവൻ ജനത്തിൻ്റെയും വയറ് നിറയുകയും 12 കൊട്ടകൾ ശേഖരിക്കുകയും ചെയ്തു എന്ന് ഞങ്ങൾ വായിക്കുന്നു. അതെ, നമ്മുടെ കരങ്ങൾ ബലഹീനമാണ്, എന്നാൽ നമ്മുടെ ദൈവത്തിൻ്റെ കരങ്ങൾ ബലമുള്ളവയാണ്. നമ്മൾ കുറവുകൾ ഉള്ളവരാണ്, എന്നാൽ കുറവുകൾ ഉള്ളവനും ബലം നൽകുന്നൊരു ദൈവം നമ്മുടെ കൂട്ടത്തിലുണ്ട്. നമ്മൾ ബലഹീനരാണ്, എന്നാൽ ബലഹീനരെ ശക്തിപ്പെടുത്തുന്ന ഒരു കർത്താവ് നമ്മുടെ കൂട്ടത്തിലുണ്ട്. പൗലോസ് പറഞ്ഞില്ലേ, കർത്താവേ, ഞാൻ ബലഹീനനാണ്, എന്നെ നീ രൂപാന്തരപ്പെടുത്തണം. യേശു കർത്താവ് അവനോട് പറഞ്ഞു, നിനക്ക് എൻ്റെ കൃപ മാത്രം മതി. ഈശോയെ, ഞങ്ങൾ ഈ സമയം പ്രാർത്ഥിക്കുന്നു, നിന്റെ കൃപ അധികമായി നീ ഞങ്ങളുടെ മേൽ അയക്കണമേ. വിശ്വസിക്കാനുള്ള കൃപ തരണമേ, സൗഖ്യം സ്വീകരിക്കാനുള്ള കൃപ തരണമേ, ദൈവരാജ്യത്തെക്കുറിച്ച് സ്വപ്നം കാണാനുള്ള കൃപ തരണമേ. ലോകത്തിൻ്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാനുള്ള കൃപ തരണമേ. ഭാരങ്ങളും അസ്വസ്ഥതകളും എല്ലാം സമർപ്പിക്കാനുള്ള കൃപ തരണമേ. ദുശീലങ്ങളെക്കുറിച്ച് മനസ്സ് മടുക്കാതെ, നിരാശപ്പെടാതെ അങ്ങയുടെ കരങ്ങളിൽ അർപ്പിച്ച് അങ്ങയുടെ കൃപ സ്വീകരിക്കാൻ ഓ ദിവ്യകാരുണ്യ യേശുവേ, ഞങ്ങളെ ബലപ്പെടുത്തണമെന്ന് സ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ കൃപ നിനക്കു മതി, കർത്താവിൻ തിരുവചനം. എൻ്റെ കൃപ നിനക്കു മതി, കർത്താവിൻ തിരുവചനം. അനശ്വരമായ വചനമതേകി അതിശയമായി നടത്തിടുന്നു.
അനശ്വരമായ വചനമതേകി അതിശയമായി നടത്തിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും. ദിവ്യകാരുണ്യ യേശുവിലേക്ക് ഇരു കരവും നീട്ടിപ്പിടിച്ചുകൊണ്ട് നമുക്ക് പറയാം, കർത്താവേ, അങ്ങയുടെ കൃപ ഒന്നുകൊണ്ട് മാത്രമേ ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയൂ. പൗലോസ് ബലഹീനനായിരുന്നുവല്ലോ, എന്നിട്ടും ആ കരങ്ങൾ ഉപയോഗിച്ചാണല്ലോ പുതിയ നിയമത്തിലെ അധികമായ ഏടുകളും എഴുതി തീർക്കുവാൻ നീ ഉപയോഗിച്ചത്. ആ പൗലോസിനെയാണല്ലോ അനുഗ്രഹീതനായ അപ്പസ്തോലനാക്കി നീ രൂപാന്തരപ്പെടുത്തിയത്. എങ്കിൽ ബലഹീനമായ ഞങ്ങളുടെ കരങ്ങളിലൂടെ അവിടുന്ന് എഴുതും, ഞങ്ങളുടെ അധരങ്ങളിലൂടെ ഗാനങ്ങൾ അവിടുന്ന് ആലപിക്കും, ഞങ്ങൾ അനുഗ്രഹീത ശുശ്രൂഷകരാക്കി രൂപാന്തരപ്പെടുത്തും. അങ്ങയുടെ സ്നേഹം കൊണ്ട് ഞങ്ങളെ വലയം ചെയ്യും, അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കുന്നവരാക്കി ഞങ്ങളെ മാറ്റും. പ്രലോഭനങ്ങളെ മറികടക്കാനുള്ള കൃപ നീ ഞങ്ങൾക്ക് തരും. യേശുവിൻ്റെ സ്നേഹത്തിൽ ഞങ്ങൾ നിരന്തരം ശക്തി പ്രാപിക്കും. ഇരു കരവും യാചനാരൂപത്തിൽ പിടിച്ചുകൊണ്ട് സ്നേഹത്തോടെ ഈരടികൾ നമുക്ക് ആവർത്തിക്കാം. കൃപയാൽ രക്ഷിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരുമെന്ന്. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും. ആരാധന ആരാധന ആയിരം ആരാധന 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 ആത്മാവിലാരാധന ആരാധന ആരാധന യേശുവേ ആരാധന.